ന്യൂസ് നൈറ്റ് നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. സ്ത്രീത്വത്തെ അപമാനിച്ച് ഇന്നസെന്റ് എം പി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം വ്യാപകം. സമൂഹത്തിന്റെ വിവിധ ശ്രേണികളിലുള്ളവരും സിനിമാ മേഖലയിലുള്ളവരുമടക്കം ഇന്ന് ഇന്നസെന്റിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. ഇന്നസെന്റ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷവും ഇന്ന് ആവശ്യപ്പെട്ടു. പുതുമുഖ നടികൾ നേരിടുന്ന ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ഇന്നസെന്റ് എം പി സ്ഥാനം രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും LDF നേതൃത്വവും നിലപാട് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്നസെന്റ് വീണ്ടും ഇന്നലെ കേരളീയ സ്ത്രീത്വത്തെ അപമാനിച്ചിരിക്കുന്നു. MP ആയി തുടരാൻ ഇന്നസെന്റിന് അധികാരമില്ല. ഇന്നസെന്റ് MP സ്ഥാനം രാജിവെക്കുകയാണ്. മര്യാദയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം MP സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടത്. MP സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നസെന്റിന്റെ ഇരിങ്ങാലക്കുടിയിലെ വസതിയിലേക്ക് യുവജന സംഘടനകൾ മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകരാണ് മാർച്ച് നടത്തിയത്. വീടിന്റെ സമീപത്ത് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. ഇതിനിടെ ഇന്നസെന്റ് ദിനംപ്രതി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുകയാണെന്ന് നടി രഞ്ജിനി ആക്ഷേപിച്ചു. കളികൾക്കും തമാശകൾക്കുമുള്ള അസോസിയേഷൻ അല്ല അമ്മയെന്നും രഞ്ജിനി ചൂണ്ടിക്കാട്ടി. ഇന്നസെന്റിനെ വിമർശിച്ച് ഗീവർഗീസ് മാർ കുർലോസ് രംഗത്തെത്തി. ഇന്നസെന്റിനെ കുറിച്ച് ഇടതുപക്ഷത്തിന് ലജ്ജ തോന്നിയില്ല എങ്കിൽ ഇടതുപക്ഷത്തെക്കുറിച്ച് ജനത്തിന് ലജ്ജ തോന്നുമെന്ന് ബിഷപ്പ് പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. നാദർഷായെയും അപ്പുണ്ണിയെയും ജയിലിൽ നിന്ന് 4 തവണ വിളിച്ചെന്ന് അന്വേഷണ സംഘത്തോട് തുറന്നു പറഞ്ഞ് പൾസർ സുനി. താൻ ചിലതെല്ലാം വിളിച്ചു പറഞ്ഞതിനാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നും മരണമൊഴി രേഖപ്പെടുത്താൻ മജിസ്ട്രേറ്റിനെ കൊണ്ടുവരണമെന്നും പിന്നീട് മാധ്യമങ്ങളോട് പൾസർ സുനി പറഞ്ഞു. നാദർഷായെയും അപ്പുണ്ണിയെയും പൾസർ സുനിയോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ഇന്നലെ രാത്രി മുതലാണ് അന്വേഷണ സംഘം പൾസർ സുനിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ആദ്യമെല്ലാം ചോദ്യം ചെയ്യലിനോട് സുനി സഹകരിക്കുന്നില്ലായിരുന്നു. പിന്നീട് ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ ജയിലിൽ വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതായി സുനി സമ്മതിച്ചു. നാദിർഷയെയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും 4 തവണ വിളിച്ചിട്ടുണ്ടെന്നും സുനി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. പണം ആവശ്യപ്പെട്ടാണ് ഇരുവരെയും വിളിച്ചതെന്നും സുനി വ്യക്തമാക്കി. എന്തിനാണ് ഇവരോട് പണം ആവശ്യപ്പെട്ടതെന്ന ചോദ്യത്തിന് ജോലി ചെയ്താൽ കൂലി വാങ്ങേണ്ടേ എന്നായിരുന്നു സുനിയുടെ മറുപടി. ഇന്ന് രാവിലെ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ നിന്നും ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ സുനി മാധ്യമങ്ങളുമായി സംസാരിച്ചു. താൻ ചിലതെല്ലാം വിളിച്ചു പറഞ്ഞതിനാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും തന്റെ മരണമൊഴി രേഖപ്പെടുത്താൻ ജഡ്ജിയെ കൊണ്ടുവരണമെന്നും സുനി പറഞ്ഞു. ജയിലിൽ വെച്ച് ഫോൺ ചെയ്യാൻ സുനിക്ക് ഒത്താശ ചെയ്തതിന് സഹതടവുകാരനായ കോട്ടയം സ്വദേശി സുനിലിനെയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. വേണ്ടി വന്നാൽ നാദിർഷയെയും അപ്പുണ്ണിയെയും പൾസർ സുനിയോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനമെടുത്തു. ഷാഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനം. ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി ഇന്ന് തന്നെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഇതോടൊപ്പം കാവ്യമാധവനെയും അമ്മയെയും ചോദ്യം ചെയ്യും. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ സിദ്ദീഖിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നടൻ ദിലീപിനെയും നാദിർഷയെയും ചോദ്യം ചെയ്ത ദിവസം സിദ്ദീഖും നാദിർഷയുടെ സഹോദരൻ സമദും പോലീസ് ക്ലബ്ബിലെത്തിയിരുന്നു. എന്നാൽ സിനിമാ മേഖലയിൽ നിന്നും മറ്റുള്ളവർ ആരും എത്തിയിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇരുവരുമായി നടൻ സിദ്ദീഖിനുള്ള ബന്ധം അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചത്. കൂടാതെ കാവ്യമാധവനെയും അമ്മയെയും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചതായാണ് വിവരം. ദിലീപും ആക്രമണത്തിനിരയായ നടിയും തമ്മിലുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധത്തെക്കുറിച്ച് അറിയാനാണ് ഇരുവരെയും അടുത്ത ദിവസം ചോദ്യം ചെയ്യുന്നത്. ദിലീപിന്റെയും ഇരയായ നടിയുടെയും ഭൂമി ഇടപാട് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കും. ദിലീപിന്റെയും നാദിർഷയുടെയും കൂടുതൽ അടുപ്പക്കാരെയും ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന. VS ഹൈദർ അലി, റിപ്പോർട്ടർ, കൊച്ചി. നടി ആക്രമിക്കപ്പെട്ട കേസ് അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്ന് ഉദ്യോഗസ്ഥർ സമ്മതിക്കുമ്പോഴും അവരെല്ലാം കുടുങ്ങുമെന്ന് പറയാൻ അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല. ചെറിയ മീനാണോ വലിയ മീനാണോ കുടുങ്ങുക എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നായിരുന്നു എറണാകുളം റൂറൽ SP AV ജോർജ് പ്രതികരിച്ചത്. പൾസർ സുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ചത് ഉദ്യോഗസ്ഥരുടെ തന്ത്രമല്ലെന്ന് കൊച്ചി റേഞ്ച് AG P വിജയൻ പറഞ്ഞു. പൾസർ സുനിക്ക് ജയിലിൽ മൊബൈൽ ഫോൺ എത്തിച്ചു നൽകിയത് പോലീസിന്റെ തന്ത്രമാണെന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി കൊച്ചി റേഞ്ച് AG P വിജയൻ തന്നെ രംഗത്തെത്തിയത്. ഇത്തരം തന്ത്രങ്ങൾ പോലീസിന് പ്രയോഗിക്കേണ്ടതില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അങ്ങനെ ഒരു തന്ത്രമൊന്നും ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്തതായിട്ടില്ല. ആരോപണ വിധേയരെയും പൾസർ സുനിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന കാര്യം ഇപ്പോൾ ആലോചനയിലില്ല എന്നാണ് റൂറൽ SP AV ജോർജ് പ്രതികരിച്ചത്. ചെറിയ മീനാണോ വലിയ മീനാണോ കേസിൽ കുടുങ്ങുന്നതെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും AV ജോർജ് വ്യക്തമാക്കി. അന്വേഷണത്തിന്റെ തെളിവിനെ സംബന്ധിച്ചിട്ട് പോലീസിന് പബ്ലിക്കിനോട് സംസാരിക്കാൻ സാധിക്കില്ല. അത് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. അപ്പൊ അതിപ്പം പറയാൻ സാധിക്കില്ല. അന്വേഷണ കാര്യമായി ഇത് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇല്ലല്ല, അത് ഇപ്പൊ ഈ സമയത്ത് എന്താ പറയാൻ പറ്റുന്നത്? ചെറുതാണോ വലുതാണോ നമുക്കറിയില്ല. പോലീസ് കാര്യമായി അന്വേഷിക്കും. അതേസമയം നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഷാഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. നമ്മോടൊപ്പം മുൻ IG കുഞ്ഞുമൊയ്തീൻ കുഞ്ഞ്
ഒപ്പം മുൻ DIG കുഞ്ഞുമൊയ്തീൻ കുഞ്ഞ്, ഒപ്പം തന്നെ റംഷാദ് സമകാലിക മലയാളം പ്രതിനിധി, ടെലിഫോൺ ലൈനിൽ അഡ്വക്കേറ്റ് ആളൂർ, പ്രതിഭാഗം അഭിഭാഷകൻ, രഞ്ജിനി നടി എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം ശ്രീ റംഷാദ്, മുൻ DGP TP സെൻകുമാറുമായി സമകാലിക മലയാളത്തിന് വേണ്ടി താങ്കളൊരു അഭിമുഖം ചെയ്തിരുന്നു. അതിൽ സുപ്രധാനമായ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞതായി വെബ്സൈറ്റിൽ കാണുന്നത്. ദിലീപിന് എതിരെ യാതൊരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന സൂചന അതിൽ കാണാം. എന്താണ് അദ്ദേഹം താങ്കളോട് പറഞ്ഞത്? ദിലീപിനെതിരെ നടപടി ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് TP സെൻകുമാർ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം സ്ഥാനം ഒഴിഞ്ഞ DGP ആണ് എന്ന് ഓർക്കണം. അദ്ദേഹം പറഞ്ഞത് ദിലീപിനെതിരെ എന്തെങ്കിലും കാര്യമായ തെളിവുകൾ ഉള്ളതായി എനിക്ക് ഇൻഫർമേഷൻ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം അതോട് ചേർത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നരിയുടെ കേസിൽ പറയുന്നുണ്ട്. അതായത് നരിയുടെ കേസിൽ ADGP സഞ്ജയുടെ പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന് പറയുന്നു. അവരെ ദിനേന്ദ്ര കശ്യപിന് കാര്യമായ വിവരങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. അങ്ങനെ ഈ നടിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം സ്ഥാനം ഒഴിഞ്ഞ ആവർത്തിച്ച് പറയേണ്ടി വരുന്നു. അദ്ദേഹം വളരെ സുപ്രധാനവും എന്നാൽ കേരളീയ സമൂഹത്തെ കാര്യമായി ചിന്തിപ്പിക്കുന്നതുമായി ഞെട്ടിക്കുന്നതുമായ കുറെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡോക്ടർ TP സെൻകുമാറിനെ കുറിച്ച് കേരളീയ മാധ്യമങ്ങൾക്കും സമൂഹത്തിനും അറിയാവുന്നത് പോലെ അദ്ദേഹം ഒരിക്കലും ഉത്തരവാദിത്വമില്ലാതെ എന്തെങ്കിലും വിടുവാദിത്വം പറയുന്ന ആളല്ല. തികച്ചും ഉത്തമ ബോധ്യത്തോടു കൂടി കാര്യങ്ങൾ പറയുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിലെന്തോ ഉണ്ട് എന്ന് സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. IG ബി സന്ധ്യയുടെ വെബ്സൈറ്റിൽ ഇങ്ങനെയാണ് വന്നത്: ADGP ബി സന്ധ്യയുടെ പബ്ലിസിറ്റി സ്റ്റണ്ടാണ് കേസിലുള്ളത്. അവരാണ് എല്ലാം ചെയ്യുന്നതെന്ന് വരുത്തണം. അതിനുള്ള ശ്രമമാണ്. ആയതുകൊണ്ട് ആ കേസ് ചിലപ്പോൾ തുലഞ്ഞു പോകും. അന്വേഷണ സംഘത്തെ നയിക്കുന്ന IG ദിനേന്ദ്ര കശ്യപിനെ ഒന്നും അറിയിക്കുന്നില്ല. അതുകൊണ്ട് സന്ധ്യ തന്നെ അന്വേഷിക്കേണ്ട എന്ന് ഞാൻ നിർദ്ദേശം കൊടുത്ത അന്ന് അവരവിടെ വന്നിരുന്നു, പോലീസ് ആസ്ഥാനത്ത്. സാർ, ഇങ്ങനെ ഒരു ഓർഡർ ഇട്ടത് എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് എന്നോട് പറഞ്ഞു. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതൊക്കെ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. സാർ എന്നോട് ചോദിച്ചോ എന്നാണ് അപ്പോൾ അവരുടെ ചോദ്യം. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടാണോ ചെയ്യുന്നത്? അഹങ്കാരമല്ലേ അത് എന്നാണ് പറയുന്നത്. അതായത് റംഷാദ്, ഇതിൻ്റെ ഓഡിയോ ടേപ്പ് താങ്കൾ അഭിമുഖം നടത്തുമ്പോൾ സാധാരണഗതിയിൽ അത് സമാന്തരമായി റെക്കോർഡ് ചെയ്യാറുണ്ട്. അത് താങ്കളുടെ കയ്യിലുണ്ട്? തീർച്ചയായിട്ടും 100%. അത് എൻ്റെ ഓഡിയോ റെക്കോർഡ് ഉണ്ടെന്ന് മാത്രമല്ല, ഇത്രയും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഇതിന് സെൻസേഷണൽ ആയിട്ടുള്ള പരാമർശങ്ങൾ സെൻകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഒരു ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു സ്വാഭാവികമായ ചോദ്യം ചോദിച്ചു, സാർ ഇതൊക്കെ നമുക്ക് പ്രസിദ്ധീകരിക്കാവുന്നതാണോ? കാരണം ചില കാര്യങ്ങൾ അദ്ദേഹം വളരെ ഷാർപ്പായിട്ട് പറയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന സംശയമുണ്ടല്ലോ, ഇതൊക്കെ ഓഫ് ദ റെക്കോർഡാണോ? ചില അങ്ങനെ സംഭവിക്കാറുണ്ട് നമുക്ക് പലപ്പോഴും പ്രമുഖ വ്യക്തികൾ പലതും പറയുമ്പോൾ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ പറയുന്നതിൽ പ്രസിദ്ധീകരിക്കാൻ വയ്യാത്തതായി ഒന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ TP സെൻകുമാർ തികച്ചും ബോധ്യത്തോടു കൂടി ഉത്തരവാദിത്തോടു കൂടി അദ്ദേഹം ചില കാര്യങ്ങൾ അടിവരയിട്ട് പറയുകയാണ്. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഈ എന്റെ ഇന്റർവ്യൂ മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു, ഞാൻ നിശബ്ദനായിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ചില കാര്യങ്ങൾ ഞാൻ പറയും, ഇനി എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞാനിപ്പോൾ സർവീസിലില്ല. അപ്പൊ അദ്ദേഹം ചില കാര്യങ്ങൾ വളരെ ബോധപൂർവ്വം പറയാൻ ഉദ്ദേശിച്ചതിന്റെ ഭാഗമായി പറയുന്ന കാര്യങ്ങളാണിതൊന്നും. ഇവിടെ റംഷാദ്, സന്ധ്യക്ക് സ്വാമിയുടെ കേസിലൊക്കെ ഉണ്ടായിട്ടുള്ള ബാഡ് ഇമേജ് പരിഹരിക്കാനുള്ള ഇടപെടലാണ്. ദിലീപിനെതിരെ ഒരു തെളിവുമില്ല ഇതുവരെ. സുനിൽകുമാർ മുമ്പേ ഈ രീതിയിൽ ഒന്നിലധികം നടിമാരോട് പെരുമാറിയിട്ടുള്ളയാളാണ്. 2013 കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. അത് 2017 ചെയ്യുന്നത്? കൊട്ടേഷൻ എടുക്കുന്നവർ അഡ്വാൻസ് വാങ്ങാതെ അത് ചെയ്യുമോ? മഞ്ജു വാര്യരെ തെറ്റിച്ചത് ഈ നടിയാണെന്നും അതുകൊണ്ടുള്ള വിരോധമായിട്ടാണോ എന്നൊക്കെയാണ് പറയുന്നത്. മഞ്ജു വാര്യർ തെറ്റിപ്പോയി കഴിഞ്ഞ് ദിലീപ് സന്തോഷമായി വേറെ കല്യാണം കഴിഞ്ഞിട്ടാണോ ഇത് ചെയ്യാൻ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് ADGP ബി സന്ധ്യയെക്കുറിച്ചുള്ള ഒരു ഗുരുതരമായ ആരോപണം കൂടി യഥാർത്ഥത്തിൽ TP സെൻകുമാർ ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് സ്വാമി കേസിൽ അവർ പറഞ്ഞ കാര്യം 13 മണിക്കൂർ, അദ്ദേഹം പറഞ്ഞ കാര്യം 13 മണിക്കൂർ നടിയുടെ കേസിൽ ദിലീപിനെ ചോദ്യം ചെയ്യണമെങ്കിൽ സ്വാമിയുടെ കേസിൽ ബി സന്ധ്യയെ എത്ര മണിക്കൂർ ചോദ്യം ചെയ്യേണ്ടി വരും? കാരണം അത്രയ്ക്ക് പരാതികൾ അവരെ കുറിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത്രയ്ക്ക് അലിഗേഷൻസ് അവർക്കെതിരെയുണ്ട്. പക്ഷെ ഞാൻ അവരെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു. മാത്രമല്ല അദ്ദേഹം വേറൊരു കാര്യം അവരോട് ആഡ് ചെയ്ത് പറയുന്ന കാര്യം, ക്രൈംബ്രാഞ്ചിന്, അതായത് സ്വാമിയുടെ കേസ് ഞാൻ പോലീസ് ചീഫ് എന്നുള്ള നിലയ്ക്ക് ക്രൈംബ്രാഞ്ച് ഇവിടെ തീരുമാനിക്കുകയും മുഖ്യമന്ത്രി അനുവാദം ചോദിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി സമ്മതിച്ചു. അതുപോലെ ഈ കേസും
ക്രൈംബ്രാഞ്ച് വിടാൻ വേണ്ടി ഞാൻ ഇതെല്ലാം കൂടി ആ കൂടി ഒരു ഭംഗിയായ രീതിയിലല്ല സാർ പോകുന്നത് ഈ മുഖ്യമന്ത്രി പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കൂടി ക്രൈംബ്രാഞ്ച് വിട്ടാലോ ചോദിച്ചു. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു സെൻകുമാറിന് ശരിയാണെന്ന് തോന്നുന്നു എന്താണോ അതുപോലെ ചെയ്തുകൊള്ളൂ എന്ന് അദ്ദേഹം എനിക്ക് അനുവാദം തന്നു. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ ഇത് സന്ധ്യയാണ് അതിന് മേൽനോട്ട ചുമതല വഹിക്കുന്നത്. ഞാനിത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർ മീഡിയയിൽ പോകും, എന്നിട്ട് പറയും സെൻകുമാറിന് DGPക്ക് ഇതിലെന്തോ ആരെയോ സേവ് ചെയ്യാനുണ്ടെന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ ഭയന്നിട്ടില്ല, അങ്ങനെ ഒരു ആശയക്കുഴപ്പം വന്നുകൊണ്ട് ക്രൈംബ്രാഞ്ച് വിടണം തീരുമാനിച്ചതാണ്. അങ്ങനെയുള്ള വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് സെൻകുമാർ ഈ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. PS റംഷാദ്, അത് തന്നെയാണ് നാളെ പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന സമകാലിക മലയാളം വാരികയിൽ താങ്കളുടെ അഭിമുഖമായി പുറത്തു വരാൻ പോകുന്നത്. ശ്രീ കുഞ്ഞുമൊയ്തീൻ കുഞ്ഞ്, അതിനെക്കുറിച്ച് ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് നടി രഞ്ജിനി നമ്മോടൊപ്പം തത്സമയമുണ്ട്. ശ്രീമതി രഞ്ജിനി, കഴിഞ്ഞ ദിവസം ഇന്നസെൻ്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങളെയൊക്കെ തന്നെയും പ്രകോപിപ്പിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു രഞ്ജിനി ഇന്ന് ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിനിമയിൽ ഈ നടിയുടെ കേസുമായി ബന്ധപ്പെട്ട് ചില നടന്മാർ നടത്തുന്ന ഇടപെടലുകൾ നിങ്ങൾക്ക് ആർക്കും രസിക്കുന്നില്ല എന്ന് മാത്രമല്ല, വലിയ തരത്തിൽ പ്രതിഷേധിക്കണം, അത് പരസ്യമാക്കണം എന്നുള്ള ആഗ്രഹം പോലുമുണ്ട്. ശരിയാണ്, സ്ത്രീകൾക്കെതിരെ അപകീർത്തികരമായ രീതിയിൽ പറയുമ്പോൾ അങ്ങനെ തന്നെ വേണം താനും. അത് മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊരു പുതിയ തുടക്കമായി കാണേണ്ടതുണ്ടോ? ഇതുവരെ എന്താണ് എന്നുള്ളത് ഞങ്ങൾക്കറിയേണ്ട, ഇനി ഇവിടെ പൊളിച്ചു മാറ്റേണ്ടത് പൊളിച്ചു മാറ്റുക തന്നെ ചെയ്യണം എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഞാൻ മെയിൻലി പറയുന്നത് ഇറ്റ്സ് ഫോർ ലേഡീസ് ആണ്. ഈക്വൽ ജെൻഡർ ഇക്വാളിറ്റി വേണം, ഡിസ്ക്രിമിനേഷൻ വേണ്ട. ഇതാണ് എൻ്റെ മൈ പ്ലീ. പക്ഷേ നമ്മൾ തന്നെ അന്ന് 28 നടന്ന മീറ്റിങ്ങിൽ തന്നെ നമ്മൾ അത് അവിടെ കണ്ടു. ആൻഡ് അതിൻ്റെ ഫേസ്ബുക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്, വാട്ട് ഈസ് ദ റിയൽ ഫാക്ട്. ബിക്കോസ് അവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു, പക്ഷേ മെജോറിറ്റി അച്ഛനാണ് ആയിപ്പോയി. സോ അതൊരു ഡിസ്ക്രിമിനേറ്ററി അല്ലേ. സോ ദാറ്റ് ഈസ് വാട്ട് ഐ റേസ്ഡ്. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ ഇന്നസെൻ്റ് ചേട്ടൻ അവർ, ബിക്കോസ് ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും ഹീസ് എൻ MP ആണ്, പീപ്പിൾ ഇലക്റ്റഡ് ഉള്ള MP ആണ്. അതിനൊപ്പം മെന്നുമുണ്ട് ലേഡീസുമുണ്ട്, റൈറ്റ്, ടു ഹാവ് ഇലക്റ്റഡ് ഹിം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലേഡി ഒരു സ്ത്രീകളെ കുറിച്ച് ഡെറഗേറ്ററി റിമാർക്ക് ചെയ്യുമ്പോൾ അത് കനോട്ട് ബി ടോളറേറ്റഡ്. ബിക്കോസ് ഹീസ് നോട്ട് ഓൺലി എ സെലിബ്രിറ്റി ബട്ട് പൊളിറ്റീഷ്യൻ ആസ് വെൽ. അവർക്ക് ചില എന്താ പറയുക, ഒരു എത്തിക്സ് ഉണ്ട്, ദേ ഹാവ് ടു ഫോളോ ദാറ്റ്. ചുമ്മാ വെറുതെ വന്നിട്ട് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി ദ നെക്സ്റ്റ് ഡേ അഗെയിൻ അപ്പോളജി, അത് പറയുന്നത് ആവശ്യമില്ല. ദാറ്റ് ഈസ് നോട്ട് ഫെയർ. എല്ലാവരും അങ്ങനെ ചെയ്യാമല്ലോ. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം സോറിന്ന് പറയുന്നതാണോ, അതാണോ നിയമം? സോ ഐ ഡോണ്ട് ഫീൽ ദാറ്റ്. സോ ആസ് എ വുമൻ ആൻഡ് ഓൾസോ ഗവൺമെൻറ്, നമ്മളുടെ ഗവൺമെൻറ് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് റിഗാർഡിങ് സ്ത്രീ സുരക്ഷ. ആൻഡ് ഓഫ് കോഴ്സ് ആഫ്റ്റർ ദ നിർഭയ ഓൾ ദി എന്താ പറയുക, ഈവൻ ഫാസ്റ്റ് ട്രാക്ക് കോർട്ട്സ് ഓൾസോ ഹാവ് ബീൻ ഇംപ്ലിമെൻറ്റഡ്. ആൻഡ് ഓൾസോ കേസസ് പെട്ടെന്ന് സ്പീഡായിട്ട് തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോർട്ട്സ് വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദേ ആർ ടേക്കിംഗ് സ്പെഷ്യൽ കോർട്ട്സ് ആൻഡ് ലോസ് ഫോർ ലേഡീസ്, അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് ലേഡീസ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ പൊളിറ്റീഷ്യനായിരുന്നിട്ട് ഇങ്ങനെ പറയുന്നത് വളരെ തെറ്റാണ്. ചുമ്മാ ഇത് സിനിമ പോലെ ഒരു ആക്ടിങ് പോലെ ദാറ്റ്സ് നോട്ട് ഫെയർ. അത് മാത്രമല്ല, പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് അത് കോമഡി സെൻസിൽ. ഇത് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് ടൈം ഹി ഹാസ് സെഡ്. ഇത് 3ാമതോ 4ാമത്തെ പ്രാവശ്യമാണോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് കേട്ടിട്ടുണ്ട്, ഞാൻ ഇതുവരെ റിയാക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് തുടർന്ന് വീണ്ടുമാണ് അങ്ങനെ ഒരു എന്താ പറയുക, ലൈക്ക് യു ഡിസേർവ് ഇറ്റ്, അങ്ങനത്തെ ഒരു ടോണിലെയാണ് പോയിക്കൊണ്ടിരിക്കുക. സോ ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു പുട്ട് എ ഫുൾ സ്റ്റോപ്പ് ടു ദിസ്, നോട്ട് ഓൺലി ഫോർ ദ വുമൻ ഓഫ് മൂവി ഇൻഡസ്ട്രി, പക്ഷേ ആസ് എ ലേഡി ഫ്രോം അവർ സ്റ്റേറ്റ്. അതിന് വേണ്ടിയാണ് ഐ വാണ്ട് ടു മേക്ക് എ ഫുൾ സ്റ്റോപ്പ്. എല്ലാ ലേഡീസും ഒരുമിച്ച് ചേർന്നാണ് വി ഹാവ് ടു റേസ് ദിസ് ഇഷ്യൂ സീരിയസ്ലി ആൻഡ് ഫൈറ്റ് ഫോർ ദ ജസ്റ്റിസ്. അതാണ് എൻ്റെ സ്പെഷ്യൽ പ്ലീ. രഞ്ജിനി, നടിക്കെതിരെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ നടിക്കെതിരെ
ആക്രമണമുണ്ടായത് ഫെബ്രുവരി 13 ആ ദിവസങ്ങളിലൊക്കെയാണ്. അപ്പോൾ അമ്മ ആദ്യം തീരുമാനിച്ചത് സ്ത്രീകൾ രാത്രി യാത്ര ചെയ്യാതിരിക്കട്ടെ എന്നാണ്. അതിനെതിരെ തന്നെ വലിയ തോതിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് വനിതാ ആക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പറയുന്നത് കിടക്ക പങ്കിടണം എന്ന വാക്ക്, കിടക്ക പങ്കിടണം എന്ന് ആവശ്യപ്പെടുന്നത് പുരുഷനും, എന്നാൽ കുറ്റക്കാരിയാകേണ്ടി വരുന്നത് സ്ത്രീയും എന്ന നില. യഥാർത്ഥത്തിൽ ഒരു വലിയ പുരുഷ മേധാവിത്വമുള്ള മേഖലയാണ് സിനിമ. ഒരുപക്ഷെ മറ്റേതൊരു മേഖലയെക്കാളും ഉപരിയായി പുരുഷ മേധാവിത്വം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന മേഖല ഇപ്പോൾ നിർഭാഗ്യവശാൽ രഞ്ജിനി അടക്കം പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയായി പോകുന്നു എന്നുള്ളതുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം WCC പറഞ്ഞത്. നമ്മുടെ ചുറ്റുമുള്ള നടിമാർക്ക് പോലും യഥാർത്ഥത്തിൽ ഇവിടെ ഈ പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയുന്നില്ല. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അവരെ ബോധവൽക്കരിക്കണം. എന്നിട്ട് ഒരുപക്ഷെ 100 വർഷമെടുക്കുമായിരിക്കും ഇതിൽ പരിഹാരമുണ്ടാകുന്നതിന് വേണ്ടി. ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ തന്നെ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയേക്കാം, സിനിമാ മേഖലയിൽ നിന്ന് പുറത്താക്കപ്പെട്ടേക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ രഞ്ജിനി അടക്കമുള്ള മലയാള സിനിമാ പ്രവർത്തകർ വലിയ ഒരു വിപ്ലവമാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതെവിടെ എത്തുമെന്നൊന്നും നിങ്ങൾക്ക് യാതൊരു ധാരണയുമില്ല. അങ്ങനെ ഓരോന്നിനുമെതിരെ മുന്നോട്ട് പോകുമ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരില്ലേ ഇത്തരം ഈ ഒരു ഫൈറ്റിന്? അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മൾ ജസ്റ്റിസ് വേണമെങ്കിൽ വി ഹാവ് ടു ഫൈറ്റ് ഫോർ ഇറ്റ് അല്ലേ. ആദ്യം തന്നെ ഞാൻ ഫ്രീഡം ഫോർ ഇന്ത്യ, ഗാന്ധിജി ഫൈറ്റ് ചെയ്ത് ഫ്രീഡം നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തല്ലേ നമുക്ക് ഫ്രീഡം, വി ഗോട്ട് ലിബറേറ്റഡ് ഫ്രോം ദ ഇംഗ്ലീഷ്. അതുപോലെ തന്നെ ഇവിടെയും എന്തെങ്കിലും നമുക്ക് ഫ്രീഡം ഓ ജസ്റ്റിസ് വേണമെങ്കിൽ വി ഹാവ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. ചുമ്മാ അത് പുറയിൽ നിന്നിട്ട് അവർ ചെയ്യും ഇവർ ചെയ്യും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഫുൾ സ്വിങ് ആയിട്ട് നമുക്ക് കയറണം. പക്ഷേ WCCന് ഒരു സംഘമുണ്ട്. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഐ എം വെരി പ്രൗഡ് ദറ്റ് സ്ത്രീകൾ അതിൽ ഒപ്പം വന്നിട്ട് ഇങ്ങനത്തെ ഒരു മാറ്റം വരണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫോർവേഡായിട്ട് വന്നു. പക്ഷേ സ്റ്റിൽ അവർ എന്താ ചെയ്തു? ഇറ്റ്സ് നോട്ട് ഇഫക്റ്റീവ്, ഇറ്റ്സ് നോട്ട് സ്ട്രോങ് ഇനഫ് ടു ഗോ അഹെഡ്. അതാണ് ഞാൻ പറയുന്നത്. സോ ഇവർ കംപ്ലയിൻറ്റ് ചെയ്തില്ല, അവർ കംപ്ലയിൻറ്റ് ചെയ്തില്ല, സോ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ പറയുന്നത് കാര്യമില്ല. ബിക്കോസ് വൺസ് യു സ്റ്റാർട്ട് ഇഫക്റ്റീവ്ലി മൂവിങ് ഫോർവേഡ്, then the rest will follow. അതാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നത്. സോ എന്തായാലും ഇവിടെ നമ്മളുടെ what you call നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ ഉണ്ട്, ആൻഡ് ഓഫ് കോഴ്സ് നമ്മളുടെ DGP സർ ഉണ്ട്. ഐ എം ഷുവർ ബിക്കോസ് in Indian law and also including IPC എത്രയോ സെക്ഷൻസ് ഉണ്ട്. വി ക്യാൻ എന്താ പറയുക ബുക്ക് ദിസ് MP regarding because it's a criminal offense ആണ് ഇങ്ങനെ derogatory remarks അതും പബ്ലിക്കിൽ. വി ഹാവ് ഫുൾ എവിഡൻസ്. ഐ മീൻ എല്ലാ ചാനൽസിലും അത് വന്നിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ട് ദേ ഷുഡ് ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ചുമ്മാ വെറുതെ FIR ഫയൽ ചെയ്യരുത്, കംപ്ലയിൻറ്റ് ചെയ്യരുത്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദറ്റ്. ഡു ദി ആക്ഷൻ അറ്റ്ലീസ്റ്റ് ഇതിൽ ഈ ഇൻസ്റ്റൻസിൽ യു ഹാവ് ടു ഡു ദി ആക്ഷൻ. ദാറ്റ് ഈസ് ദ ഓൺലി പ്ലീ ടു ദീസ് 2 പീപ്പിൾ. എനിക്ക് ഞാൻ ഐ എം പ്ലീഡിങ് ടു ദ കമ്മീഷൻ ഓഫ് നമ്മളുടെ നാഷണൽ വുമൻ കമ്മീഷൻ ആൻഡ് ഓൾസോ ടു DGP സർ ആസ് വെൽ, ലോക്നാഥ് ബെഹ്റ സർ. പ്ലീസ് ഡു ദ നീഡ്ഫുൾ. ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. വി ഹാവ് സപ്പോർട്ട്, വി ഹാവ് ഇനഫ് എവിഡൻസ്, സോ വി ഹാവ് ടു ഗോ ഫോർവേഡ്. അതാണ് എൻ്റെ പ്ലീ. ദയവായി തുടരുക ശ്രീമതി രഞ്ജിനി. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശോഭാ സുരേന്ദ്രൻ, BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, വനിതാ കമ്മീഷന് താങ്കൾ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു, ദേശീയ വനിതാ കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഇന്ന് ദേശീയ വനിതാ കമ്മീഷൻ അക്കാര്യത്തിൽ നടപടിയെടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് എന്ത് സൂചനകളാണ്? നേരത്തെ ശ്രീമതി രഞ്ജിനി ചൂണ്ടിക്കാണിച്ചതുപോലെ വെറും FIRൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങുക എന്നതിനപ്പുറത്തേക്ക് ഫലപ്രദമായ നടപടികൾ ഉണ്ടാകണം. ഇവിടെ WCC മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയപ്പോൾ ഒരു കമ്മീഷനെ തന്നെ നിയോഗിക്കുകയുണ്ടായി. ഈ മേഖലയിൽ എന്തൊക്കെയാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന്. സമാനമായ വിധത്തിലൊരു ഈ സമയത്ത് ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നു. അപ്പോൾ ഒരു പുകപടലം എന്നതിനപ്പുറത്തേക്ക് എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുക? അല്ല, തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പരാതിയാണ് സമർപ്പിച്ചിട്ടുള്ളത്. ആ പരാതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു സ്ത്രീ, നമ്മുടെ ഒരു സഹോദരി അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും അവരെ മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയിലേക്കുള്ള
സ്റ്റേറ്റ്മെന്റുകൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി പറഞ്ഞാൽ 3 വ്യക്തികളിലൂടെ ഉണ്ടായി. അപ്പൊ അതിനെക്കുറിച്ച് അടിയന്തരമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം എന്നായിരുന്നു നമ്മൾ പരാതിയിൽ ആവശ്യപ്പെട്ടത്. കാരണം ഈ വിഷയം തന്നെ ദേശീയ വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിലുണ്ട്. അവർ ഈ നടി പീഡിപ്പിക്കപ്പെട്ട ഫെബ്രുവരി മാസത്തിൽ തന്നെ അവർ കേരളത്തിലെ DGPയുമായി ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇപ്പോൾ കൊടുത്ത പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പരാതിയിന്മേലാണ് അവർ നടപടിക്രമങ്ങൾക്ക് വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. ആ നടപടിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടിക്രമങ്ങളിൽ എത്ര വേണമെങ്കിലും അവർക്ക് ആഴവും പരപ്പും എത്തിക്കാൻ സാധിക്കും. കാരണം അത് പൊതുസമൂഹത്തിന്റെ ആവശ്യത്തെ ഊന്നി നിൽക്കുന്ന രീതിയിലാണ്. നമ്മളാണ് ഇതിനെ അതായത് ഈ പരാതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് ദേശീയ വനിതാ കമ്മീഷനോട് ആവശ്യപ്പെടുന്നത് പൊതുസമൂഹമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ തന്നെ 4-5 കാര്യങ്ങൾ അവർ ചെയ്ത് തീർത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാര്യങ്ങളിന്മേലുള്ള കീഴ്വഴക്കങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പൊതുസമൂഹത്തിനുള്ള ഒരു താക്കീതായിരിക്കും. പൊതുസമൂഹത്തിന് എന്ന് ഞാൻ പറയുമ്പോൾ പൊതുസമൂഹത്തിനകത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള പീഡനം നടത്തുന്ന ആളുകൾക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു താക്കീതായിരിക്കും. ചോദിക്കാനും പറയാനും ഈ സമൂഹത്തിൽ ആളുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടി ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ ആളുണ്ട് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും ദേശീയ വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. ശ്രീമതി രഞ്ജിനി, നമുക്കറിയാം, ഒന്ന്, നടിക്കെതിരെ കേരളത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ലൈംഗികാതിക്രമം നടന്നു. പിന്നീട് ആ ലൈംഗികാതിക്രമത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ, അതാണ് യഥാർത്ഥത്തിൽ നിങ്ങളെപ്പോലുള്ള പലരും രംഗത്ത് വരാൻ കാരണം. അജു വർഗീസ്, സലിം കുമാർ, ദിലീപ്, ഒടുവിൽ ഇന്നസെൻറ്റിൻ്റെ വാർത്താ സമ്മേളനം പോലും പരാതിക്കിടയാക്കുന്നു. ഒന്ന്, നമുക്കെല്ലാം പരിചയമുള്ള അല്ലെങ്കിൽ മലയാളത്തിൽ ഏറ്റവും പ്രമുഖയായ ഒരു നടിക്ക് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അതിക്രൂരമായ വിധത്തിലുള്ള ലൈംഗിക പീഡനം, അതിനുശേഷം അവരെ അപഹസിച്ചുകൊണ്ടുള്ള, കൂടുതൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവന. എങ്ങനെ മലയാള സിനിമ കുറേയൊക്കെ പ്രോഗ്രസീവാണ് എന്നാണ് നമ്മളോടൊക്കെ വിശ്വാസം, കുറേയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മൾ, എന്നിട്ടും ആ ഒരു ഫ്രറ്റേണിറ്റിയിൽ നിന്ന് ഈ നിലയിലുള്ളൊരു പ്രതികരണം വരുന്നത് എന്തുകൊണ്ടാണ്? അത് നിങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ അതോ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളൊരു തോന്നലാണോ ഇപ്പോൾ ഉള്ളത്? ആക്ച്വലി ഇപ്പോൾ നമുക്ക് സിനിമ ഇസ് എ വൈഡ് ഫീൽഡാണ്. പക്ഷേ എന്നാലും ഇപ്പോൾ ഒരുപാട് നമ്മൾ വി ആർ ഇൻ 2018 അല്ലേ, പണ്ടത്തെ പോലെ അല്ലല്ലോ, നമ്മൾ 90s ഇല്ലല്ലോ, ഇപ്പോൾ 20th സോ വി ഹാവ് ടു മൂവ് ഫോർവേഡ്. നമുക്ക് ഷൂട്ടിംഗ് സ്പോട്ടിൽ തന്നെ ഒരുപാട് ടെക്നോളജിക്കൽ ഹാസ് പ്രോഗ്രസ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ ചിന്തയും പ്രോഗ്രസീവായി ഇരിക്കണം. പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ ഇല്ലാന്ന് ഹൈറ്റ് ചെയ്തതും ഇല്ല, ബിക്കോസ് ഇറ്റ്സ് സ്റ്റിൽ ഹാപ്പനിങ്. എൻ്റെ ടൈമിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ വുഡ് ലൈക്ക് ടു ഡിക്ലെയർ ആസ് വെൽ, എനിക്ക് ചിത്രം ഫിലിം കഴിഞ്ഞിട്ട് എനിക്ക് നിയർലി 1 year കഴിഞ്ഞിട്ടാണ് എനിക്ക് ചാൻസ് കിട്ടിയത് ടു ആക്ട് ഇൻ മലയാളം ഫിലിംസ്. സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലോ അങ്ങനെയില്ല. സോ യു ഹാവ് ടു ബി, എന്താ പറയുക, ഇറ്റ് ഹാസ് ടു ബി ഈക്വൽ. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് വേണം, ഈക്വൽ റൈറ്റ്സ് വേണം. അങ്ങനെയാണ് സിനിമയിൽ വി ക്യാൻ സർവൈവ്. ഇങ്ങനെ പേടിച്ചിട്ട് ഇരുന്നൊക്കെ ഫൊർഗെറ്റ് അബൌട്ട് വാട്ട് എവർ ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്, അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ വി ആർ ഇൻ ദ ന്യൂ ജനറേഷൻ ആണ്. So let us move forward in a different way. സോ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി വരട്ടെ, ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. എന്തുകൊണ്ട് എല്ലാവരും പേടിക്കുന്നത്? ഈവൻ ഐ എം വെരി ashamed to say that ലോട്ട് ഓഫ് ഫീമെയിൽ ആർട്ടിസ്റ്റ് നമ്മളുടെ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരുണ്ട്. എല്ലാവർക്കും വി ആർ ടോക്കിംഗ് ദിസ് ബിഹൈൻഡ് ആണ്, നമ്മൾ ഫോർവേഡ് ആയിട്ട് വരുന്നില്ല. കാരണം ബിക്കോസ് വി ആർ സ്കേർഡ്, എന്താ പറയുക, ചാൻസ് പോവോ, ഇതാണ് ഇപ്പോൾ സിനിമയിലെ അവസ്ഥ. ചിത്രത്തിന് ശേഷം 1 വർഷത്തിന് ശേഷമാണ് അടുത്ത ചാൻസ് ലഭിച്ചത് എന്നാണ്. അതായത് ചെമ്മീന് ശേഷമുള്ള ഏറ്റവും വലിയ വാണിജ്യ ചിത്രമായിരുന്നു ചിത്രം, അല്ലെങ്കിൽ ചെമ്മീൻ്റെ ഒരു വാണിജ്യ സാധ്യത കുറവായിരുന്നുവെങ്കിൽ ചിത്രത്തിൻ്റേത് മലയാള സിനിമയ്ക്ക് എത്ര കണ്ട് ഉയരാം എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമായിരുന്നു. എന്തുകൊണ്ട് പിന്നീട് ചാൻസ് കുറയാൻ കാരണമായി?
I don't know because originally I was working in Tamil. So ഞാൻ വിചാരിച്ചു അത് കാരണമായിരിക്കും because ഒരു എന്താ പറയുക ഒരു ഏത് ലാംഗ്വേജസിലും സൂപ്പർ ഹിറ്റ് ഒരു പടം സൂപ്പർ ഹിറ്റ് കിട്ടിയാൽ പിറ്റേ ദിവസം നമുക്ക് ഒരുപാട് ചാൻസ് വരുമല്ലോ. എന്ത് കേസിലും അങ്ങനെ വന്നിട്ടില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ് ബട്ട് എനിവേ ഐ എം നോട്ട് ബോതർഡ് അബൌട്ട് ഇറ്റ് റൈറ്റ് നൗ. ഞാൻ എന്ത് പറയുന്നു മീൻസ് പീപ്പിൾ ഷുഡ് കം ഫോർവേഡ്. പണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. There are so many laws, there are so many protective orders for ladies ഇപ്പോൾ, inclusive for female women in female as in movies as well. So നമ്മൾ നിയമത്ത് ഇതിൽ we have to go forward, we have to report it, don't പേടിക്കരുത് ആവശ്യമില്ല. ഇതാണ് ഞാൻ എൻ്റെ സഹോദരികൾക്ക് പറയുന്നത്. അതായത് പണ്ടുണ്ടായിരുന്നു എന്ന് സമ്മതിക്കലാണ് ഇന്നസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇല്ല അത് എന്നാണോ? അതായത് സ്ത്രീകൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർവതി പറയുകയുണ്ടായി, അവസരങ്ങൾ കൂടുതലായി ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചില അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ചില കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഞാൻ ആ വാചകം ഉപയോഗിക്കാതെ ഒഴിവാക്കുകയാണ്. കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്ന് പാർവതിയെ പോലുള്ളവർക്ക് പറയാനിടയാകുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട്. രഞ്ജിനി കേൾക്കുന്നില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയാം. അതായത് കഴിഞ്ഞ ദിവസം നടി പാർവതി പറയുകയുണ്ടായി, ചില അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ചില കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്ന്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഇന്നസെൻ്റ് പറയുന്നത് പോലെ അല്ല, പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല എന്നല്ല. അത് എല്ലാ കാലഘട്ടത്തിലും മലയാള സിനിമയായാലും മറ്റ് സിനിമകളിലെ ആയാലും അത് ബാധിച്ചിട്ടുള്ള വിഷയം തന്നെയാണ്. അതെ, അത് എല്ലാ ഫീൽഡിലും ഉണ്ടല്ലോ, സിനിമയിൽ മാത്രമേ ഇല്ലല്ലോ, എല്ലാം ഈവൻ ഓഫീസ് വർക്ക്സിലും ഉണ്ട്. What I'm saying is we have to fight for that. Even when I was in London, the same thing. Sex discrimination is everywhere in the world. Even Western world ഉണ്ട്. നമുക്ക് we have to be brave and we have to courageous to fight against this. ഇതാണ് ഞാൻ പറയുന്നത്. സോ ഉണ്ടായിരുന്നു പേടിയാണ് ഇങ്ങനെ മീൻസ് എങ്ങനെ നമ്മൾ ഫീമെയിൽ പ്രോഗ്രസ് ലൈഫിൽ പ്രോഗ്രസ് ആയിട്ട് പോകുന്നത്. സോ ഓൾ ദ ലേഡീസ് പ്ലീസ് കം ഫോർവേഡ്. നമുക്ക് ഒരു ചേഞ്ച് വേണം. വി നീഡ് ജസ്റ്റിസ്. ഇതാണ് എൻ്റെ പ്ലീ. രഞ്ജിനി, അതാണ് ഈ WCC അംഗങ്ങൾ പറയുന്നത്. ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയേക്കാം എന്ന് തിരിച്ചറിവ് അവർക്കുണ്ട് എന്ന് അവർ പലരും പറയുന്നു. നാളെ മലയാള സിനിമയിൽ ഇല്ലാതായേക്കാം എന്നത് അവർ പറയുന്നു. അങ്ങനെ ഒരു അപകട ഭീഷണി കൂടിയുണ്ടോ? ഈ പ്രശ്നങ്ങളെല്ലാം നാളെ ഇല്ലാതാകും. പക്ഷേ ഇങ്ങനെ പുറത്തു വന്ന് സംസാരിക്കുന്ന രഞ്ജിനിയെ പോലുള്ളവർക്ക് നാളെ അമ്മയിൽ പോലും ഒരു സാന്നിധ്യമുണ്ടാകില്ല, മലയാള സിനിമയിൽ ഇല്ലാത്തൊരവസ്ഥ വരും. അതാണ് മെയിൻ കാരണം. കുറേ പേര് അത് റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ലേഡീസ്ക്ക് ഒരുപാട് സോറി ഇവിടെ ഒരു ഐ തിങ്ക് ഒരുപാട് ഡിസ്റ്റോർഷൻ. ഓക്കെ, എക്കോസ് ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് കളഞ്ഞോളൂ. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വെച്ചാൽ മതി. ഓക്കെ ഓക്കെ സോറി, can you repeat the question again? അല്ല, ഞാൻ നേരത്തെ ചോദിച്ചത് അതാണ്. നാളെ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയേക്കാം എന്നുള്ളൊരു ആശങ്ക ഇന്നിപ്പോൾ മലയാള സിനിമയിൽ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്തരം ഇങ്ങനെ രഞ്ജിനി പറയുന്നത് പോലെ പുറത്തേക്ക് വന്ന് നടിമാർ പറയാത്തത്. അവർക്ക് അമ്മയിൽ അംഗത്വമില്ലാതാകും, മലയാള സിനിമയിൽ നിന്ന് തന്നെ പോകും. പിന്നെ ഞാൻ എന്തിനു മുന്നോട്ട് വരണം എന്ന തോന്നൽ സ്വാഭാവികമാണല്ലോ ഈ സഹപ്രവർത്തകരായ നടിമാർക്ക്. അതെ, അതാണ് അതിൻ്റെ അവസ്ഥയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. സോ ആർ വി ഗോയിങ് ടു സിറ്റ് ആൻഡ് ലിസൺ ടു ഓൾ ദീസ് റിമാർക്സ്? നമുക്ക് ഇത് ഇല്ലേ, എന്താ പറയുക, എന്താ പറയുക, ഐ ക്യാൻ ഓൺലി സേ ഇറ്റ് ഇൻ തമിഴ്, രോഷമില്ലേ, യുനോ. സോ ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്. ചുമ്മാ ഇങ്ങനെ ആൾക്കാർ വന്ന് നമ്മളോട് ഇറ്റ്സ് ലൈക്ക് സംബഡി സ്പിറ്റിംഗ് ഓൺ അവർ ഫേസ്. അതാണ് ഞാനിപ്പോൾ കാണുന്നത്. സോ ലേഡീസ് ഷുഡ് ഗെറ്റ് അപ്പ് and go forward. Forget about ഇത് നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നു, വീട്ടിലൊക്കെ ആണുങ്ങൾ, പിന്നെ റേപ്പിന് പറയുന്നു. അപ്പോൾ ഇത് എന്തുവാ? പീപ്പിൾ വിൽ അബ്യൂസ് യു വെർബലി, ഐ മീൻ പബ്ലിക്കിൽ. ഡു വി ഹാവ് ടു ടേക്ക് ഓൾ ദിസ്?
രഞ്ജിനി So ഇപ്പോൾ it's up to the- എറണാകുളത്ത് അല്ലെങ്കിൽ it's the കേരളത്തിൽ choice തന്നെ to ഉണ്ട്, that lady കേരളത്തിൽ to- തന്നെ ഉണ്ട്. അപ്പോൾ മലയാള സിനിമയിൽ സജീവമായി തന്നെ തുടരുക എന്നുള്ളതാണോ രഞ്ജിനിയുടെ ഉദ്ദേശം? ഒരു ആക്ടർ എന്നുള്ള നിലയിൽ സജീവമാണോ രഞ്ജിനി ഇപ്പോൾ? Sorry, Sajivama means സജീവമാണോ എന്ന് വെച്ചാൽ I don't ആക്റ്റീവ് ആണോ? understand the terminology. Active means it doesn't matter നമ്മൾ ആക്റ്റീവോ ആക്റ്റീവ് ഇല്ലയോ. Okay, so time the എന്താ പറയുന്നത് ഇപ്പോൾ we are in 20 what do you call right now we are no more in the 19th. So 20th century let us move forward. ഇപ്പോൾ വാട്സാപ്പ് ഫേസ്ബുക്ക് എല്ലാം ഉണ്ടല്ലോ. Why നമ്മളുടെ ചിന്ത എന്താ തിരുപ്പി again behind the back പോയിക്കൊണ്ടിരിക്കുന്നത്? So this is what I would like to say. Move forward. Forget about what has happened in the past, and it's like a bullying. So forget about the rest. Just move forward. Right. വളരെ നന്ദി ശ്രീമതി രഞ്ജിനി. തുടരാൻ കഴിയുമെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ മറ്റു വിഷയത്തിലേക്ക് മറ്റ് അതിഥികളിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ആളൂർ ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് ആളൂർ, താങ്കളുടെ പ്രതി പൾസർ സുനി ഇന്ന് കോടതിയിൽ ചില നാടക ഭാഗങ്ങൾ ആടിയതായി കണ്ടു. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അപ്പൊ ഇന്നലെ നാടകം ആടിയപ്പോൾ സ്രാവുകൾ കിട്ടിയല്ലോ, അപ്പോൾ അത് നാടകമായിരുന്നു എന്നാണോ നിങ്ങൾ പറഞ്ഞിരുന്നത്? പോട്ടെ, അത് മറന്നു വെച്ചു. ഇന്ന് സത്യസന്ധമായിട്ട് ഒരു മരണമണി കൊടുക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ ചെന്നെത്തി വരുന്നത് എന്ന് മാധ്യമങ്ങളിലൂടെയാണ് എനിക്കറിയാൻ സാധിച്ചത്. ഈ പ്രതി ഹാജരാക്കുമ്പോൾ പ്രതിഭാഗം അഭിഭാഷകനെയോ അറസ്റ്റ് ചെയ്തതിനു ശേഷം വീട്ടുകാരെയോ അറിയിച്ചിട്ടില്ല. ഈ കോടതിയിൽ കൊണ്ടുവന്ന ശേഷമാണ് കസ്റ്റഡി. ഇന്ന് അഡ്വക്കേറ്റ് ആളൂർ കസ്റ്റഡി റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ്, താങ്കളുടെ നിർദ്ദേശപ്രകാരം തന്നെയാണോ അങ്ങനെ ഒരു ഹർജി നൽകിയത്? തീർച്ചയായിട്ടും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ. അല്ല, ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അങ്ങനെ കസ്റ്റഡി റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. സുനിയുടെ നിർദ്ദേശപ്രകാരമാണോ അത്? ഞാൻ സുനിയുടെ അഭിഭാഷകനായിരിക്കെ ഈ സുനിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം സുനിയുടെ അഭിഭാഷകനെ അറിയിക്കേണ്ട ഒരു ചുമതലയെങ്കിലും ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനില്ല. അപ്പോൾ അഭിഭാഷകൻ വേണ്ട എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞു. മറന്നോളൂ. ഇപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ കോടതിയിൽ അപേക്ഷ നൽകി വളരെ വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് വിവരം അറിയിക്കണമെന്നും അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തിയെ സുനിലിനെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്നും കോടതിയെ ധരിപ്പിച്ചു. കോടതിയാണ് ഈ പറയുന്ന അപേക്ഷ മുകളിൽ വാദം കേൾക്കാനായി നാളെ മാറ്റി വെച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ആളൂർ, പെട്ടെന്ന് സുനി അങ്ങനെ ഒരു നിലപാട് മാറ്റുകയാണ്. സുനി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഇടയ്ക്കിടെ പോലീസ് കസ്റ്റഡിയിലേക്ക് പോകുന്നുണ്ടല്ലോ. റിമാൻഡിലായിട്ട് നിൽക്കൂ റിമാൻഡിലായിട്ടും മാസങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് നിലപാട് ഇപ്പോൾ പറയുന്നത് രാവിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയപ്പോൾ ശരീരം മുഴുവൻ വേദന വരുന്നു, പോലീസ് പീഡിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു. മാധ്യമപ്രവർത്തകരോട് മരണമൊഴി എടുക്കേണ്ടി വരും, നിങ്ങൾ ആ പോലീസിനോട് എൻ്റെ മരണമൊഴി എടുക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്യുമോ എന്ന് മാധ്യമപ്രവർത്തകരോട് വിലപിക്കുന്നു. അങ്ങനെ ഒരു പെട്ടെന്ന് ഈ പോസ്റ്ററിങ്ങിൽ ഒരു വലിയ മാറ്റം ഉണ്ടല്ലോ, അതെന്താണ്? അതിന് കാരണം പറയാം. ഈ പറയുന്ന പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ട് ചോദിക്കുന്നത് ഫോൺ വിളിയുമായി ബന്ധപ്പെട്ടാണ്. ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട കേസിൽ 5 ദിവസം പോലീസ് കസ്റ്റഡി കൊടുക്കുന്നു. ഗൂഢാലോചന കേസിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. ഈ കാക്കനാട് കോടതിയിൽ ഹാജരാക്കിയത് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷന്റെ ക്രൈമുമായി ബന്ധപ്പെട്ടാണ്. അന്വേഷണം നടത്തുന്നത് ഗൂഢാലോചനയുടെ കേസിൽ പെരുമ്പാവൂർ സിഐയാണ്, അല്ലെങ്കിൽ മറ്റ് അന്വേഷണ സംഘമാണ്. അവർക്ക് ആരാണ് ഈ അധികാരം കൊടുത്തത്? അതുകൊണ്ടാണ് സുനി പേടിക്കുന്നത്. ഈ ക്രൈമിൽ അവരെ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിക്കാതെ മറ്റുദ്യോഗസ്ഥർ അന്വേഷിച്ച്, അതായത് സുനി യഥാർത്ഥത്തിൽ ദിലീപിനെതിരെ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഈ പറയുന്ന തിമിംഗലത്തിന്റെ കാര്യവും സ്രാവിന്റെ കാര്യവും വൻമീനുകളുടെ കാര്യവും ഒക്കെ പറഞ്ഞ് അത് പോലീസ് നേരെ അതിന്റെ പിന്നാലെ അത് കളവല്ലെന്നും ഇപ്പോൾ പറയുന്നത് മാത്രം കളവാകുന്നത് എങ്ങനെയാണ്? അതിന്റെ പിന്നാലെ പോകുമെന്ന് സുനി വിചാരിച്ചു. പക്ഷെ പോലീസ് യഥാർത്ഥത്തിൽ സുനിയുടെ പങ്കാളിത്തത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ്. ഞാൻ പറയുന്നു, പോലീസ് ആരെയും അറസ്റ്റ് ചെയ്യണ്ട, എല്ലാവരെയും സംരക്ഷിച്ചോട്ടെ. സുനിക്ക് അടി കിട്ടുന്നുണ്ടോ പോലീസിൽ നിന്ന്? അതുകൊണ്ടാണല്ലോ ആദ്യം തന്നെ ഒരു അപേക്ഷ ബഹുമാനപ്പെട്ട അങ്കമാലി കോടതിയിൽ പിടിച്ചപ്പോ കിട്ടാത്ത അടി എങ്ങനെ ഇപ്പൊ കിട്ടുന്നു? ആദ്യം പിടിച്ചപ്പോ കിട്ടിയ അടിക്ക് വേണ്ടിയാണല്ലോ ഒരു അപേക്ഷ അവിടെ പെൻഡിംഗ് ഉള്ളത്.
അല്ല, ഇന്നത്തെ കസ്റ്റഡി റദ്ദ് ചെയ്യണമെന്നുള്ള അപേക്ഷ സുനി ഇപ്പൊ പറയുന്ന ഞാൻ പറയുന്നു പീഡനത്തിന്റെ പുറത്താണ്. ആളൂരി കേസിൽ ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് മുൻ DIG കുഞ്ഞുമൊയ്തീൻ കുഞ്ഞ് നമ്മളോടൊപ്പം ഉണ്ട്. കിട്ടുന്നുണ്ടാവുമല്ലോ അടി സുനിക്ക്? എന്താ സാറിൻ്റെ ഒരു അനുഭവം വെച്ചിട്ടുള്ള ഒരു? അടിക്കേണ്ടി വന്നാൽ ചിലപ്പോൾ കിട്ടിക്കാണും. അല്ലാതെ കിട്ടിയ ഉടനെ എങ്ങനെ നടപടി കൊടുക്കും എന്നെനിക്കൊരു അഭിപ്രായമില്ല. സത്യം കോടതിയുടെ മുമ്പായിൽ എത്തിക്കുന്നതിനും വിക്ടിമിന് നീതി കിട്ടുന്നതിനും അടിയന്തരമായി അത് അത്യാവശ്യമാണെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ ചിലർ ഉപയോഗിക്കാം. അതല്ലാതെ എന്താ നടക്കുന്നത് നോക്കൂ. ആലുവ പോലീസ് ക്ലബ് ഇന്നിപ്പം മലയാളികൾക്ക് സുപരിചിതമായ ഒരു ഇടമായി മാറിയിരിക്കുന്നു. അവിടെ ഓരോ സിനിമക്കാരും കയറി ഇറങ്ങുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള പല നടന്മാർ, പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും, പോലീസ് എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ എവിഡൻസിലേക്ക് പോലീസിന് പോകാൻ കഴിയുന്നില്ല എന്നുള്ള സൂചന അതിനകത്തുണ്ടോ? അതിനകത്ത് അങ്ങനെ ഒരു സൂചന ഇല്ല. കഴിയുന്നതും ഈ പ്രബലന്മാരായ കക്ഷികളാണ്. സാക്ഷിയാണെങ്കിലും പ്രതിയാണെങ്കിലും അല്ലെങ്കിൽ സാക്ഷികളെ സഹായിക്കാൻ നിൽക്കുന്നവരൊക്കെ എല്ലാം പ്രബലന്മാരാണ്. കേരള സിനിമാ രംഗത്തുള്ള പ്രമുഖന്മാരായ ആളുകൾ ഇൻവോൾവ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി കൂടുതൽ സൂക്ഷിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു തീരുമാനം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം, ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതനുസരിച്ചുള്ള ചില മിമിക്രി പോലെയുള്ള നടപടിക്രമങ്ങളൊക്കെ അത്യാവശ്യം കാണിക്കേണ്ട സമയത്ത് കാണിക്കും. അതേ സമയത്ത് അതിൻ്റെ കാതലായിട്ടുള്ള സത്യസന്ധമായ മുന്നോട്ട് പോകാനുള്ള അത്യാവശ്യം കാര്യങ്ങൾ സൈമിൾട്ടേനിയസ് ആയിട്ട് അതും ഈ കൂട്ടത്തിൽ പോകും. പക്ഷേ എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ദിലീപുമായി പങ്കാളിത്തമില്ലാത്ത ഒരാളുണ്ടാകില്ല. അത് വെറും നാദിർ ഷാ മാത്രമല്ല. നാദിർ ഷാ കഴിഞ്ഞതായി ഇന്നിപ്പോൾ ധർമ്മജനെ കണ്ടു, PS പ്രദീപ് എന്ന് പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്, അയാളെ കണ്ടു, ആൻറ്റോ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറിലേക്ക് പോയി. ഇനി സിദ്ദിഖിനെ ചോദ്യം ചെയ്യും, കാവ്യമാധവനെ ചോദ്യം ചെയ്യും, കാവ്യമാധവൻ്റെ അമ്മയെ ചോദ്യം ചെയ്യും. ധർമ്മജനുമായിട്ടുള്ള ഒരു അഭിമുഖം ഞങ്ങളുടെ പ്രതിനിധി ഹൈദർ അലി എടുത്തിട്ടുണ്ട്. ധർമ്മജൻ റെഡിയാണെങ്കിൽ അതൊന്ന് നമുക്ക് പ്ലേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരെയും ചോദ്യം ചെയ്യുമ്പോൾ അത് നമ്മൾ സമാനതകളില്ലാത്തൊരു അന്വേഷണത്തിലേക്കാണോ പോകുന്നത്? അല്ല, ഞാനീ പറഞ്ഞത് തന്നെ എൻ്റെ അടിസ്ഥാനപരമായുള്ള സമീപനം സത്യത്തിൻ്റെ പഴുതെവിടാ കിടക്കുന്നതെങ്കിൽ അങ്ങോട്ട് പോവുക എന്നുള്ളതാണ്. ഈ രംഗത്ത് അഭിനയിച്ചവരുണ്ട്, പോലീസായിട്ട് അഭിനയിച്ചവരുണ്ട്, സാക്ഷിയായിട്ട് അഭിനയിച്ചിട്ട് ഇതെല്ലാം ഇതിനകത്ത് ഏകദേശമൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പോലീസിൻ്റെ നടപടിക്രമങ്ങൾ എന്താണ്, കോടതിയിലെ നടപടിക്രമങ്ങൾ എന്താണ്. ഒരു കോടതിയിലേക്കൊരു പ്രതി വന്നിട്ട് ഞാനിപ്പോൾ തയ്യാറാണ് എന്നൊക്കെ പറയുന്നതിനകത്ത് അടിസ്ഥാനപരമായിട്ട് ചില അപാകതകളുണ്ട്. ഒരാൾക്ക് കൺഫസ് ചെയ്യണമെങ്കിൽ കോടതിയോട് നേരിട്ട് പറയാനുള്ള സാഹചര്യമുണ്ട്, വക്കീൽ മുഖാന്തരം പറയാനുണ്ട്, പോലീസിൻ്റെ അടുത്ത് പറയാനുണ്ട്. സാധാരണ കൺഫഷൻ വരാൻ പോകുന്നത് പോലീസിൻ്റെ നിർബന്ധം കൊണ്ട് അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ കൺഫഷൻ കൊടുക്കാം. കൺഫഷൻ അങ്ങനെ കൂടുതൽ വരുന്നത്. അല്ലാതെ ഒരു പ്രതി ചാടിക്കയറി വന്നിട്ട് അതൊക്കെ സിനിമയിലാണ് ആ രീതിയിലുള്ള അഭിനയം നടക്കുന്നത്. നേരത്തെ നിൽക്കൂ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ധർമ്മജൻ റെഡിയാണെങ്കിൽ ധർമ്മജനെ ഇപ്പോൾ കാണാം. ധർമ്മജനിലേക്ക് വരാം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, സമകാലിക മലയാളത്തിന് അത് വെച്ചാണ് ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയത്. സമകാലിക മലയാളത്തിന് TP സെൻകുമാർ മുൻ DGP നൽകിയൊരു അഭിമുഖമുണ്ട്. സാധാരണ ഒരാളല്ലല്ലോ TP സെൻകുമാർ. കഴിഞ്ഞ ഒരു മാസം TP സെൻകുമാർ ആയിരുന്നു സംസ്ഥാനത്ത് DGP. അദ്ദേഹം പറയുന്നത് B സന്ധ്യയുടെ പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്നാണ്. ഗംഗേശാനന്ദ സ്വാമി കേസിൽ ഉണ്ടായിട്ടുള്ള ബാഡ് ഇമേജ് തീർക്കുന്നതിന് വേണ്ടി നടത്തുന്ന നാടകമാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കാണുന്നത് മുഴുവൻ ഒരു പൊറാട്ട് നാടകമായിരിക്കണം. എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും ഒരു നിശ്ചയവും പോലീസിന് ഇല്ല എന്നാണോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, പോലീസിന് കൃത്യമായിട്ടുള്ള നിശ്ചയമുണ്ട്. കേരളത്തിലെ പോലീസ് അത്ര കഴിവുകെട്ട പോലീസൊന്നുമല്ല. പക്ഷെ പ്രശ്നം പോലീസ് എന്ത് ചെയ്യണം എന്ന് പോലീസിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട്, ഞാൻ ഇത് നേരത്തെയും പറഞ്ഞിരുന്നു, ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട്.
ആ തീരുമാനത്തിനനുസരിച്ച് പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇവിടെ ഇതിനു മുൻപ് ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലെയുള്ള ഒരു വലിയ അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ച ആളാണ് നമ്മുടെ സന്ധ്യ മാഡം. ആ സന്ധ്യ മാഡം അന്ന് അവിടെ കാട്ടിക്കൂട്ടിയത് പെരുമ്പാവൂരിലെ ഒരുപാട് ചെറുപ്പക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ആ കേസിന്റെ 4 അയലത്ത് പോലും പോയിട്ടില്ലാത്തവരെ മുഴുവൻ ശരി, ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇതിലേക്ക് ചുരുങ്ങി വന്നാൽ ശോഭാ സുരേന്ദ്രൻ, അന്ന് അതൊരു സ്റ്റണ്ട് ഉണ്ടാക്കിയതാ. എന്തിനാണെന്ന് അറിയുമോ? ആ നാട് മുഴുവൻ എങ്ങനെയെങ്കിലും ഒരു പ്രതിയെ കണ്ടെത്തിയാൽ മതി, ആരുടെയെങ്കിലും തലയിൽ ജിഷ വധക്കേസ് കെട്ടിവെച്ചാൽ മതി, അവൻ അകത്ത് പോയി ഗോതമ്പ് ചപ്പാത്തി തിന്ന് കടന്നോട്ടെ, ഞങ്ങൾ നാട്ടുകാർ രക്ഷപ്പെടട്ടെ എന്നുള്ള ധാരണയിലേക്ക് ആ പെരുമ്പാവൂരിലെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ എത്തിച്ചു. അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. ഇവിടെ നിൽക്കൂ കുഞ്ഞുമൊയ്തീൻ കുഞ്ഞ്, 2013 കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. അത് 2017 ചെയ്യുന്നത്? കൊട്ടേഷൻ എടുക്കുന്നവർ അഡ്വാൻസ് വാങ്ങാതെ ചെയ്യുമോ? മഞ്ജു വാര്യരെ തെറ്റിച്ചത് ഈ നടിയാണെന്നോ അതുകൊണ്ടുള്ള വിരോധമാക്കുകയാണെന്നാണ് പറയുന്നത്. മഞ്ജു വാര്യർ തെറ്റിപ്പോയി കഴിഞ്ഞ് ദിലീപ് സന്തോഷമായി വേറെ കല്യാണം കഴിഞ്ഞിട്ടാണോ ഇത് ചെയ്യാൻ പോകുന്നതെന്നൊക്കെയുള്ള ചോദ്യമാണിത്. ഇതൊക്കെ സാധാരണക്കാർക്കാണെങ്കിൽ ലോജിക്കാണ്. സാധാരണക്കാർക്കും നികേഷിനും എനിക്കും എല്ലാം ഈ സംശയങ്ങളാണ്. ഇപ്പം ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഷാലോയിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം പ്രലവൻ്റ് ആയിട്ടുള്ള സംശയങ്ങളും. പക്ഷേ ഇതൊരു സാധാരണ ഒരു റെലവൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ലോജിക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതൊക്കെ സാധാരണക്കാരുടെ നിലയിലല്ലേ. ഇവിടെ ശത്രുത അവിടെ ഉണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ഡബിൾ കൊട്ടേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരാൾക്ക് ഈ പ്രമുഖ നടിയുടെ കല്യാണം മുടക്കണം, വേറെ ആൾക്ക് വേറൊരു ദേഷ്യമുണ്ട് എന്നാണ്. അപ്പോൾ ഡബിൾ കൊട്ടേഷൻ പോയി അതിനകത്ത് 4 പേര് വളരെ സജീവമായി പങ്കെടുത്തു. 23 കോൾ ഉണ്ടായിരുന്നു. 2 പേരെ പുറത്തു വന്നിട്ടുള്ളൂ, 2 പേര് ഇപ്പോഴും അകത്ത് തന്നെയാണെന്ന് പറയുന്നത്. പക്ഷേ മുൻ DGPയുടെ കാര്യത്തിൽ ആ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം സാധാരണ നമ്മൾ ഈ ചായക്കടയിലിരുന്ന് വർത്താനം പറയില്ലേ, ആ നിലയിൽ ഈ കേസിനെ കൈകാര്യം ചെയ്താൽ അത് ശരിയാവുമോ? ഒരിക്കലും ശരിയാവുകയില്ല. എന്തെല്ലാം നൂലാമാലകളുണ്ടോ ആ നൂലാമാലകൾ കറക്റ്റ് ചെയ്ത് ഇതൊക്കെ ഇപ്പം ചെല്ലും. ഈ ഇരിക്കുന്നതെല്ലാം വക്കാലത്ത് കൊടുത്തിരിക്കുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ട്. അവരിതിൻ്റെ ഈ ഓരോ ട്രാക്കിലും പോയി നിൽക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ്റെ ഓരോ ഘട്ടകത്തിലും അവർ ഈ ചാർജ് വരികയാണെങ്കിൽ അവരുടെ പ്രതിയെ രക്ഷിക്കാനായിട്ട് എന്തെല്ലാം വെക്കണം, എന്തെല്ലാം അവരുടെ ആവനാഴിയിൽ വെക്കണമെന്നുള്ള അമ്പുകൾ അവരെല്ലാം വെച്ചിരിക്കുക. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളും അതിനുവേണ്ടിയുള്ള ഒബ്ജക്ഷനും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ സ്മൂത്തായിട്ട് നടക്കണമെങ്കിൽ ഈ ഡിസ്കഷൻ അവർ ഇതിനകത്തുള്ള കാതലായുള്ള ഡിസ്കഷനെല്ലാം മാറ്റി വെച്ചിട്ട് അവർ സ്ട്രെയിറ്റ് ആയിട്ട് മുന്നോട്ട് പോയി ഇൻവെസ്റ്റിഗേഷൻ്റെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് തെളിവെടുക്കുക, പ്രോസിക്യൂഷന് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. എലിമിനേഷൻ പ്രോസസ്സ് ഇതിനകത്ത് ഇൻവെസ്റ്റിഗേഷനിൽ വളരെയധികം എലിമിനേഷൻ പ്രോസസ്സുണ്ട്. പലതും പറഞ്ഞുകൊണ്ട് ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരും. വിരോധമുള്ളവരെല്ലാം ഒന്ന് ഇതിനകത്തൊന്ന് കുടുക്കിയാൽ കൊള്ളാമെന്നുള്ളത് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിപ്പിച്ചെങ്കിലും ചെയ്യണം സാറേ, അല്ലെങ്കിൽ അവൻ ശരിയാകുകയില്ല. ആ രീതി അങ്ങനെ പോലും ഈ കേസിൽ ഉപയോഗിക്കാം. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇമേജ് ടാർണിഷ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും എല്ലാവരും കണ്ണിലെണ്ണൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു കേസാണ് ഈ കേസ്. ആ കേസിനകത്ത് അയാളെ വിളിപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ വിളിപ്പിക്കുന്നുണ്ട്. നമുക്ക് ധർമ്മജനെ കേൾക്കാം. ഞാനിപ്പോൾ ചില ആൾക്കാർ നമ്മളോട് തോളത്ത് കയറാം, പിഷാരുടെ തോളത്ത് കൈയിടാനിട്ട് അവൻ്റെ പൊട്ടക്കം കൊണ്ട് നടക്കില്ലല്ലോ, അവൻ ഇങ്ങനെ നെരിഞ്ഞാലും പറ്റില്ല. എന്നോടൊക്കെ ചോദിക്കും, ചേട്ടാ ഒന്ന് തോളത്ത് കൈയിടുമോ, ഞങ്ങളുടെ തോളത്തും കൈയിടുമോ, ഞാൻ തോളത്തുനിന്ന് കൈയിട്ടോട്ടെ എന്നൊക്കെ ചോദിച്ച് ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പേര് വരും ലൊക്കേഷനിലൊക്കെ, ചേട്ടാ ഒന്ന് ക്ലോസ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി, അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി. എൻ്റെ കൂടെ അങ്ങനെ ഫോട്ടോ എടുത്ത് ഒരുപാട് പേരുണ്ടാവും. ഇത് കാണുമ്പോൾ മനസ്സിലാവും, ഒന്ന് കൈയിട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. പലരും ഈ വലിയ സിനിമാക്കാരൊന്നും അങ്ങനെ തോളത്ത് കൈയിടിപ്പിക്കാറൊന്നുമില്ല. നമ്മളങ്ങനെയല്ല, അത് ചെറുതായതുകൊണ്ട് എൻ്റെ തോളത്ത് ആവശ്യത്തിന് കൈ വന്ന് വീഴുന്ന ടൈപ്പാണ്. അങ്ങനെ എവിടെ വെച്ചോ എടുത്തൊരു ഫോട്ടോയാണത്. എവിടെയൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റണില്ല, അത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത് വെച്ചിട്ടാണ് എന്നെ വിളിച്ചത്. അല്ലാതെ പിന്നെ ഞാൻ ആ സിനിമകളിൽ ഞാൻ അഭിനയിച്ച സിനിമകളിൽ ഒരു വന്നിട്ടുണ്ടോ, എന്നെ മാത്രമല്ല ഇനി വരും കാലങ്ങളിൽ. ഇപ്പം എന്നെ ആദ്യം വിളിപ്പിച്ചതേ ഉള്ളൂ. ചിലപ്പോൾ ഇനി ഇങ്ങനെ സിനിമ സെറ്റുകളിലുണ്ടായ ആളുകളൊക്കെ വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്നെ വിളിപ്പിച്ചപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, സിനിമയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ അഭിനയിച്ച കാലം തുടങ്ങിയുള്ള ഇതൊന്നും അറിയാൻ പാടില്ല. നമുക്ക് സെറ്റിലെ കുറേ ഡ്രൈവർമാരെ നമുക്ക് പരിചയമുണ്ട്. ഇതിന് പരിചയം തോന്നണില്ല എനിക്ക്, കാരണം അങ്ങനെ ഒരു ഇല്ല. കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, അവർ സ്ഥിരം ഡ്രൈവർമാരും കുറേ പേരുണ്ട്. അവരെയൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. കാണുമ്പോഴും നമ്മളോട് എന്തായെന്നൊക്കെ ചോദിക്കുന്ന പരിചയമുണ്ട്.
പിന്നെ കൂടുതലും ഞാൻ എൻ്റെ വണ്ടിയിലൊക്കെ തന്നെ പോകണത്. കാരണം സെറ്റിലെ ഷൂട്ടിങ് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ അങ്ങോട്ട് ഒരു മിനിറ്റ് നിൽക്കുക, അല്ലെങ്കിൽ 10 മിനിറ്റ് നിൽക്കട്ടോ, ഒരാളും കൂടി വരാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഷൂട്ടും കൂടി കഴിയാറുണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ വണ്ടിയും കൊണ്ട് പോകണമെങ്കിൽ സുഖമായിട്ട് ഇങ്ങോട്ട് പോരാം. എന്ന് വെച്ചാൽ ആരായിട്ട് സൗഹൃദക്കുറവൊന്നുമില്ല. പക്ഷെ ഇയാളെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒന്നാമത് ഭയങ്കര എല്ലാവർക്കും ഉള്ള പോലത്തെ ഒരു മുഖമാണ്. പൾസർ സുനിയെ കണ്ടതായി പരിചയം തോന്നുന്നില്ല എന്നാണ് പോലീസ് ക്ലബിൽ മൊഴിയെടുക്കലിന് വിധേയനായ ധർമ്മജൻ എന്ന നടൻ പറയുന്നത്. അഡ്വക്കേറ്റ് ആളൂർ, ഗൂഢാലോചന തെളിയിക്കുന്നതിനായി പഴുതില്ലാത്ത വിധം തെളിവുകൾ ശേഖരിക്കണം എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യുന്നത്. എല്ലാ പഴുതും അടച്ചതിന് ശേഷം മാത്രമേ അറസ്റ്റ് ഉണ്ടാകൂ. അങ്ങനെ ഒരു അറസ്റ്റാണ് യഥാർത്ഥത്തിൽ, അങ്ങനെ ഒരു അറസ്റ്റാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതോ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായാൽ മാത്രം മതി? പൾസർ സുനിയെ സംബന്ധിച്ചിടത്തോളം അത് വിചാരണാഘട്ടത്തിൽ ഉപകാരപ്രദമാകും. ഐ കൺഗ്രാജുലേറ്റ് ദ പോലീസ്. അങ്ങനെയാണ് പോലീസ് അത് ചെയ്യുന്നതെങ്കിൽ വളരെ നല്ല കാര്യം. എന്നാൽ ഇവിടെ നടക്കുന്നത് അതല്ലല്ലോ. ഒരു മൊബൈൽ സംഭാഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയ കേസിലെ പ്രതിയെ ഗൂഢാലോചന കേസിൽ ചോദ്യം ചെയ്യാൻ അധികാരം ആര് പോലീസിന് കൊടുത്തു? അപ്പോൾ ഇവിടെ ഗൂഢാലോചന കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ കസ്റ്റഡിയിൽ വാങ്ങുവാൻ ഈ പറയുന്ന സുനിൽ കുമാറിനെ കിട്ടില്ല. കാരണം 15 ദിവസം കൂടുതൽ കസ്റ്റഡി കൊടുക്കാൻ പാടില്ല. ഈ കേസ് സെപ്പറേറ്റ് ആയിട്ട് അന്വേഷിക്കുന്നതുമല്ല. അതുകൊണ്ട് ഗൂഢാലോചന കേസിൽ അന്വേഷണം നടത്തുന്നു എന്ന് വരുത്തി തീർക്കാതെ ഭീഷണിയും അതുപോലെ തന്നെ അപായപ്പെടുത്തലും നടത്തി മരണമൊഴിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന രീതിയിൽ ഒരു പ്രതിയെ ഭീഷണിപ്പെടുത്തിയും അപായപ്പെടുത്താൻ ശ്രമിച്ചും മൊഴിയാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ ആ മൊഴിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? എനിക്ക് മനസ്സിലാകുന്നില്ല. മറുപടി പറയാനുള്ളത് അദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായി ബോധവാനാണോന്നും എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ 120B എന്ന് പറയുന്ന സെക്ഷൻ റിമാൻഡ് ആപ്ലിക്കേഷനിൽ കൊടുത്തു കാണും. അല്ലെങ്കിൽ റിമാൻഡ് ആപ്ലിക്കേഷൻ്റെ സമയത്ത് തന്നെ ആവശ്യമുള്ള വകുപ്പുകൾ ആ ആപ്ലിക്കേഷനകത്ത് കാണും. അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുകയില്ല. ഒരു പ്രതിയെ പ്രൈമ ഫേസെ കേസുണ്ട്, പോലീസിൻ്റെ അന്വേഷണം ശരിയായുള്ള ദിശയിലാണ് പോകുന്നത് എന്ന് അസസ് ചെയ്യാനായിട്ട് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കിട്ടുന്ന ആദ്യത്തെ രേഖകളാണ് റിമാൻഡ് ആപ്ലിക്കേഷൻ. ആ കൂട്ടത്തിൽ കസ്റ്റഡി വേണം, അല്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ട്. കേസ് ഡയറി, അന്ന് വരെയുള്ള കേസ് ഡയറി കൊടുക്കണമെന്നാണ് ഇപ്പോഴത്തെ നിയമം. 2009 അമെൻഡ്മെൻ്റ് അനുസരിച്ച് കേസ് ഡയറി മസ്റ്റാണ്. റിമാൻഡ് ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിൽ കേസ് ഡയറി അതുവരെയുള്ള പോലീസ് നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ എന്താണ് എന്ന് റിമാൻഡ് ആപ്ലിക്കേഷനകത്തും കേസ് ഡയറി ഇത് സഹിതം ഹാജരാക്കുന്നു എന്നും എഴുതണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ ചെയ്തിരിക്കുന്നു അങ്ങനെയാണ്. അതുവരെയുള്ള കേസിൻ്റെ അന്വേഷണത്തിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എലാബറേറ്റ് ആയുള്ള ഡിസ്കഷൻ ആ കേസ് ഡയറി മജിസ്ട്രേറ്റിൻ്റെ കൊടുത്ത് മജിസ്ട്രേറ്റ് എന്നിട്ട് വേണം ഇയാളെ റിമാൻഡ് ചെയ്യണം അല്ലെങ്കിൽ കസ്റ്റഡി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ റിമാൻഡ് ആപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ കുഞ്ഞ് ഈ ദൃശ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയൊരു വിറയലോടുകൂടിയായിരിക്കും ഇരകൾ കേട്ടിട്ടുണ്ടാവുക. അതെ, ഇപ്പോൾ അത് കോടതിയിലുണ്ട്. അതിൻ്റെ കോപ്പി വേണമെന്ന് പ്രതിഭാഗം ചോദിക്കുന്നു. കോടതി സ്വാഭാവികമായും എന്ത് മറുപടിയാണ് നൽകുക? നിങ്ങൾക്ക് തരാൻ കഴിയില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ദൃശ്യങ്ങൾ മറ്റേ CCTV ദൃശ്യങ്ങളാണ്, അത് വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന്. ഇത് സുരക്ഷിതമാണോ? കാരണം ഇതിനകം നമ്മൾ പലത് കാര്യം, ഒന്ന് അതിക്രമം നേരിട്ടു, അതിനുശേഷം അവഹേളനം നേരിട്ടു, ഇനിയിപ്പം ഈ ദൃശ്യങ്ങൾ കൊണ്ട് ഭയക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ ഒരു സിസ്റ്റത്തിൽ യഥാർത്ഥത്തിലുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുന്നു, അത് പ്രതിഭാഗം ചോദിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് ഈ വ്യവഹാരത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ ഈ ഇരയുടെ പക്ഷത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ വളരെ ഭീതിജനകമായിട്ടുള്ള കാര്യമായിരിക്കില്ലേ? അതെ, ഈ പോലീസിന് കൊടുക്കാവുന്ന പ്രതികൾക്ക് അവകാശമുള്ളത് ചാർജ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ പേരിൽ ആരോപിച്ചിരിക്കുന്ന വകുപ്പുകളനുസരിച്ചുള്ള എല്ലാ തെളിവുകളും പ്രോസിക്യൂഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. വിച്ച് ദ പ്രോസിക്യൂഷൻ പ്രൊപ്പോസസ് ടു റിലേ, ആ രേഖകൾ പ്രതിഭാഗത്തിന് കൊടുക്കാനായിട്ട് ബാധ്യതയുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് പലരെയും കാണിക്കുകയും ചോദിക്കുകയും എലിമിനേഷൻ പ്രോസസ്സിൽ സത്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള സന്ദർഭത്തിൽ
ചിലപ്പം ഇരുമ്പും തുരുമ്പും എല്ലാം അതിനകത്ത് വരും. അത്യാവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ. പോലീസിന് ഒരു ശരിയായിട്ടുള്ള നീതിബോധത്തോടു കൂടിയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി യഥാർത്ഥ പ്രതിയെ പിടിക്കണം, പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം വരുമ്പോൾ ആ കാര്യങ്ങൾ മാത്രമേ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കാണും. പക്ഷേ അത് പ്രോസിക്യൂഷൻ ചാർജ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കോടതിക്ക് മേടിച്ച് കോടതിയുടെ സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി റിമാൻഡ് ചെയ്യാൻ പ്രതിയെ ഒരുത്തൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ജയിലിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ പോലീസിൻ്റെ കയ്യിലുണ്ടോ എന്ന് അറിയാനുള്ള ഒരു കേസ് ഡയറി പരിശോധിക്കാനുള്ള ആവശ്യം. കേസ് ഡയറിയിലുള്ള കാര്യങ്ങൾ മുഴുവൻ പ്രതിഭാഗത്തിന് കൊടുക്കാൻ ഒക്കുകയില്ല, അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. വിച്ച് ദ പ്രോസിക്യൂഷൻ പ്രൊപ്പോസസ് ടു റിലേ ഓൺ ഇറ്റ്. അതാണ് ഈ കേസിൻ്റെ ആവശ്യത്തിന് പ്രോസിക്യൂഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക. അതിന് അവർക്ക് പറയാനുള്ള, പ്രതിക്ക് പറയാനുള്ള ആൻസർ റീസണബിൾ ആണോ കോജൻ്റ് ആണോ എന്നുള്ള തീരുമാനം ജുഡീഷ്യൽ ഓഫീസറാണ് തീരുമാനിക്കും. ഇതിപ്പോൾ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു, അതിനുശേഷം ലഭിച്ചിട്ടുള്ള ചില ഫർദർ ഇൻവെസ്റ്റിഗേഷന് വകുപ്പുണ്ട്. ആ വകുപ്പ് അനുസരിച്ചാണ് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. അവിടെ കൊണ്ട് ഒരാൾ ഉദ്ദേശിച്ചു അവിടെ കൊണ്ട് ആ ഇൻവെസ്റ്റിഗേഷൻ പെർമനൻ്റായിട്ട് തീരുന്നില്ല. ഫർദർ ഇൻവെസ്റ്റിഗേഷനുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള അത് എത്ര ദീർഘമായും പോകാമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നിരന്തരം ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ആ വിവരങ്ങളെല്ലാം എലിമിനേറ്റ് ചെയ്തില്ലെങ്കിൽ ഇത്ര ഇന്നാരെ നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല. പ്രതിഭാഗത്തിന് കിട്ടുന്ന ഓരോ കച്ചിത്തുരുമ്പും അവരുപയോഗിക്കും. വിളിക്കേണ്ടവർ വിളിപ്പിക്കും, ചോദിക്കേണ്ടവർ ചോദിക്കും. ഫൈനലായിട്ട് അത് ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ലീഗലായിട്ടുള്ള എവിഡൻസ് കൺക്ലൂസീവായിട്ട് കിട്ടിക്കഴിയുമ്പോൾ ഡെഫിനറ്റായിട്ടും നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടും. ഇതിനകത്ത് വിളിക്കേണ്ടവർ വിളിച്ചില്ലെങ്കിൽ അതൊരു പരാതിയായിട്ട് വരും. അതെ, ഇപ്പം 143 പേജുള്ള മൊഴിയാണ് ദിലീപിൻ്റേത്, നാദിർഷയുടെ 140. ഇനിയും ചോദ്യാവലി തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ അതിന് തന്നെ ഒരു 100 ചോദ്യത്തിൽ മേലെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് തീരുന്നില്ല. ഇനിയിപ്പോൾ ദിലീപിൻ്റെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത്രയും പേരായി, വീണ്ടും ദിലീപായി, ദിലീപിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും ദിലീപ് പോകുന്നു. അത് സ്വാഭാവികമാണ്. അന്വേഷണത്തിനെ സംബന്ധിച്ച് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അത് മാത്രം മതി, അവർ മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ കാര്യങ്ങൾ നിഷ്പക്ഷമായിട്ടാണ് പോകുന്നത്. സത്യം കണ്ടെത്താനുള്ള വ്യഗ്രതയാണ്, സത്യം കണ്ടെത്താനുള്ള വ്യഗ്രതയാണെന്ന് തന്നെ ഞാൻ പറയും. വളരെ നന്ദി ശ്രീ കുഞ്ഞു മൊയ്തീൻ കുഞ്ഞു. ഒപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത രഞ്ജിനി, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ആളൂർ, ശോഭ സുരേന്ദ്രൻ, നന്ദി. ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.